പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ സന്തോഷം പങ്കുവയ്ക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിലും അതുപോലെ കമൻറ്റ് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ റൂമിൽ നിന്നും ഞങ്ങളൊരു വാടക വീട് കണ്ടെത്തിയതിനെ കുറിച്ച്. അപ്പോൾ ആ റൂമിൽ നിന്ന് പിന്നെ ഞങ്ങൾ വാടക വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് അധികം ദൂരത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതിനെ കുറിച്ച് അറിയാമല്ലോ, അതിൻ്റെ ഒരു സീരിയസ്നെസ്. അപ്പോൾ അതുകൊണ്ട് അധികം ദൂരമില്ലാത്തൊരു വീടാണ് കിട്ടിയത്. ചെറിയൊരു വീട്, നല്ലൊരു വീട്, വൃത്തിയുള്ള 2 ബെഡ്റൂമും ഹാളും കിച്ചണൊക്കെ ഉള്ള വീടാണ്. മാത്രമല്ല നമുക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം നിർബന്ധമാണ് കേട്ടോ. കാരണം ഇപ്പോൾ രോഗികളെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഫുഡൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെ ഉള്ളൊരു വീടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും ഹസ്ബൻഡും അമ്മയും ഈ വീട്ടിലേക്ക് ഞങ്ങൾ മാറി. പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒന്നിടവിട്ട ഡയാലിസിസിൻ്റെ കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ അമ്മ ഡോണറായാൽ, അതായത് നമ്മളെ രക്തബന്ധത്തിലുള്ള അമ്മ എന്നല്ല ആരായാലും, എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് അമ്മയാണ് എനിക്ക് കിഡ്നി തരുന്നത്, ഞങ്ങൾ ഒരേ ഗ്രൂപ്പാണ്. അപ്പോൾ ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അപ്പം അമ്മ മകൾക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ കാര്യങ്ങൾ, കാരണം ഒരേ ഗ്രൂപ്പാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, പെട്ടെന്ന് സർജറി നടക്കും, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളിനി അമ്മയായാലും ചേച്ചിയായാലും ഇതിനൊക്കെ ഒരുപാട് നമുക്ക് പേപ്പർ ഫോർമാലിറ്റീസ് ഉണ്ട്, പേപ്പർ വർക്കുകളുണ്ട്. അതിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് അതിൽ വന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ഇപ്പം ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് തന്നെ ഈ പേപ്പർ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് ഹസ്ബൻഡ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പേപ്പർ വർക്ക് നടക്കുന്ന ഇടയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞു, ഇപ്പം ഞങ്ങൾ പോയ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു DYSP ഓഫീസ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ നമ്മൾ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പിന്നെ വില്ലേജ് ഓഫീസ് ഉണ്ട്, നോട്ടറി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് നമുക്ക് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്താലും, അതായത് അങ്ങനെ ചെയ്യേണ്ടതല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ രോഗി ആരാണോ അവർക്ക് നമ്മളെ കാണണം എന്നുള്ളൊരു ഒരു ലെവൽ വന്നു. അപ്പോൾ അവർ നമ്മൾ രോഗിയെ കാണണം, അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പം ഞാൻ നിൽക്കുന്ന കോഴിക്കോടാണ്, എൻ്റെ വീട് നിലമ്പൂർ ഭാഗമാണ്. അപ്പോൾ അത്യാവശ്യം ദൂരം 2-2.5 മണിക്കൂർ നമുക്ക് ദൂരമുണ്ട്, ഇവിടുന്ന് യാത്രയുണ്ട്. ഈ ഒരു അവസ്ഥയിലും ഇപ്പം ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്നെ സംബന്ധിച്ച് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരുമായിട്ട് ഇടപഴകരുത്, ഇനിയിപ്പോൾ പുറത്തേക്കൊന്നും പോകണമെന്നല്ല. പക്ഷേ നിവൃത്തികേട് കൊണ്ട് തന്നെ അത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ നേരെ നിലമ്പൂരിക്ക് ഇപ്പം എന്നെയും കൊണ്ടുപോകേണ്ട വന്നു. ഞാനും അമ്മയും ഹസ്ബൻഡും അവിടെ നാട്ടിൽ പോയി ഈ ഓഫീസുകളിലൊക്കെ ഞങ്ങൾ കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പം നമ്മളെല്ലാവരും ഒരു 3-4-5 ദിവസമൊക്കെ നമുക്ക് ആ ഒരു പേപ്പർ വർക്കിൻ്റെ പുറകെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ, നമ്മളത് കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചായാലും കുറച്ച്, ഇപ്പോൾ ഹസ്ബൻഡായാലും കുറച്ച് പരിചയങ്ങളും, ഇപ്പം എൻ്റെ ആയാലും പോലീസ് സ്റ്റേഷനിൻ്റെ കൂടെ പഠിച്ച കുട്ടിയായിരുന്നു, അവനുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി. പക്ഷേ മറ്റുള്ളത് നമുക്ക് പരിചയം ഉണ്ടെങ്കിലും അവർ നമുക്ക് ആ ഒരു സീരിയസ്നെസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റ് ഓഫീസുകളിലായാലും ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ സഹകരിച്ചിട്ട് മാക്സിമം അവർ ഡിലേ ആക്കാതെ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ദിവസം, ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോവും, എന്നിട്ട് അവിടുന്ന് അതിൻ്റെ പേപ്പറുകളൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കും, എന്നിട്ട് തിരിച്ചു വരും. അതുപോലെ പിന്നെ ബാക്കിയുള്ളത് പിറ്റേ ദിവസം പോകും. ഇങ്ങനെ 1-2 ദിവസം ഞാൻ യാത്ര ചെയ്ത് അവിടെ ചെന്ന് അവരെ കാര്യങ്ങളൊക്കെ, അവർ എന്നെ കാണുന്നുണ്ട്, അവർ സൈനും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് തിരിച്ചു വന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കളാണ്. അപ്പോൾ എൻ്റെ സൈൻ മാത്രം പോരാ, എത്ര മക്കളുണ്ടോ അത്രയും മക്കളുടെ അതായത് അവരുടെ ഒരു അനുമതി ഇല്ലാതെ അമ്മയ്ക്ക് ഒരിക്കലും മറ്റൊരാൾക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ചേച്ചി ഓക്കെയാണ്, ചേച്ചി വന്നു, ഞങ്ങളെ കൂടെ വന്നു, അവളാണ് പിന്നെ ബാക്കിയുള്ള സൈനും കാര്യങ്ങളൊക്കെ അവളൊന്നും വേണം. അങ്ങനെ ഞങ്ങളെ കാര്യങ്ങളിൽ കുറച്ചൊരു ഈസി എന്ന് പറയാം, കാരണം ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ, വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെ വന്നിട്ട് വേണം എനിക്ക് രാത്രിയിൽ ഡയാലിസിസിന് കയറാൻ. അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും ആ കാര്യങ്ങളൊക്കെ റെഡിയായി ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് വീണ്ടും ഇവിടെ ഞങ്ങൾ ആ ഒരു പേപ്പറൊക്കെ കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ട്രാൻസ്പ്ലാന്റ് ഓഫീസ് ഉണ്ട്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഓഫീസായിട്ടാണ് എപ്പോഴും നമ്മൾ ബന്ധപ്പെടുന്നത്. അവിടെ നമ്മൾ ആ കാര്യങ്ങൾ കൊണ്ട് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് അവർ ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം അവർ പറഞ്ഞു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇപ്പോൾ ചേച്ചിയുടെ പേരിൻ്റെ ഇനിഷ്യൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയ റിജക്ഷൻ വന്നു. പക്ഷേ പിന്നെ ഞാൻ പോവേണ്ടി വന്നില്ല. എങ്കിൽ കൂടി എന്നെ ഇവിടെ അതുപോലെ അമ്മയും ഇവിടെ ഇട്ടിട്ട് ഹസ്ബൻഡ് വീണ്ടും നാട്ടിലേക്ക് പോയി ആ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും ശരിയാക്കിയിട്ടാണ് പുള്ളിക്കാരൻ തിരിച്ചു വന്നത്.
വീണ്ടും ആ കാര്യങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റ് ഓഫീസിൽ വെച്ചു. അവിടുന്ന് പിന്നെ ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങളെ 3 പേരെയും വിളിപ്പിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സർജറിനെ കുറിച്ച് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കായാലും അമ്മയ്ക്കായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവരെന്ത് ചെയ്തു, നേരെ ആ പേപ്പർ അവർ വെക്കുന്നതേ മെഡിക്കൽ ബോർഡിലേക്കാണ് കേട്ടോ. അപ്പം മെഡിക്കൽ ബോർഡിലേക്ക് അവർ ആ പേപ്പേഴ്സ് കൈമാറുന്നുണ്ട്. അങ്ങനെ കൈമാറിയ ശേഷം അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഒരു ദിവസം നമുക്ക് മെഡിക്കൽ ബോർഡിൻ്റെ ഒരു ഡേറ്റ് തരും അവർ. ആ ഡേറ്റിന് നിങ്ങളിപ്പോൾ ഞാൻ മാത്രമല്ല, ഞാനും അമ്മയും ഹസ്ബൻഡും കൂടെ എൻ്റെ ചേച്ചി നിർബന്ധമാണ്. അപ്പോൾ അവരൊരു ഡേറ്റ് തന്നിട്ട് ആ ഡേറ്റിന് മെഡിക്കൽ ബോർഡിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ ഡേറ്റിന് ഞങ്ങളവിടെ ഹാജരായി. ഞങ്ങൾ 4 പേരും ഞങ്ങളിവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ചേച്ചീൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ വിളിച്ചു വരുത്തി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ അവിടെ ഹാജരായി. സർജറിയുടെ ഡേറ്റ് നമുക്ക് പിന്നെ അവർ അന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സർജറിയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അറിയിക്കാം എന്നുള്ള ലെവലിലാണ് അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചത്. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.